കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച ആളാണ് PR-ന് ചുക്കാൻ പിടിച്ച ആളാണ് നികേഷ് കുമാർ. അടപടലം പൊട്ടി എന്നത് മാത്രമല്ല, അതിനകത്ത് കൊടുത്ത ക്യാപ്ചേർഡ് പോലും എന്താണ് LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള എല്ലാ PR പ്രവർത്തനങ്ങളും വൻ പരാജയമാണെന്ന് ഓരോ LDF നേതാക്കൾ പോലും എടുത്തു വന്നറിയാം. P. രാജീവ് എന്ന് പറയുന്നു, മറ്റേ ശൈലജ എന്ന് പറയുന്നു, അപ്പുറത്ത് വേറെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു വിഷമം നികേഷ് കുമാറിനുണ്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അതുകൊണ്ടാണെന്ന് തോന്നുന്നു നികേഷ് കുമാർ ഈയിടെയായിട്ട് ഫേസ്ബുക്ക് ചാനലിൽ തുടങ്ങിയിട്ട് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ സ്വന്തമായിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. അതിലൊക്കെ UDF ഗവൺമെന്റിനെതിരെയും പിന്നെ VD സതീശനെതിരെയും ഒക്കെയാണ് പ്രധാനമായിട്ടും പറഞ്ഞു വരുന്നത്. അല്ലാതെ LDFന്റെ ഈ പ്രശ്നങ്ങളും ഇത് എന്തുകൊണ്ട് തോറ്റു എന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ വന്നിട്ടില്ല. ഇപ്പൊ വീണ്ടും തുടർച്ചയായിട്ട് VD സതീശനെതിരെയൊക്കെ അല്ലെങ്കിൽ UDF സർക്കാരിനെതിരെ സജീവമായിട്ട് എന്താണ് പ്രസംഗിക്കാനൊക്കെ വരുന്നത് ഈ നമ്മുടെ നികേഷ് കുമാറാണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇന്നലെ കണ്ട ഒരു വീഡിയോ കണ്ടു, പിന്നെ എന്താണ് നുണേശൻ എന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും വന്നിരിക്കുന്നു. കാരണം VD സതീശൻ പറയുന്നത് മൊത്തം നുണയാണ്. പിന്നെ ഏറ്റവും ഒടുവിൽ പിന്നെ എന്താണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കാണാതായ സംഭവത്തിൽ VD സതീശന്റെ നിലപാട് വളരെ മോശമായിരുന്നു. കാരണം മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങളാണ് പറയുന്നത്. കൂടാതെ VD സതീശൻ ചെയ്യുന്ന ഓരോ കാരണങ്ങളും എടുത്തു പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിലാണ് എന്ന് പറയുന്നു. ഇത് ഒക്കെ തന്നെ VD സതീശൻ എതിരുള്ള ഒരു അല്ലെങ്കിൽ UDF സർക്കാരിനോടുള്ള ദേഷ്യം എന്നതിലുപരി ഒരു ഈ തന്റെ പരാജയം മറച്ചു വെക്കാനുള്ള ഒരു കാണിക്കലായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ല, നികേഷ് കുമാർ നമുക്കറിയാം കുറെ കാലമായി അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനെ കൊണ്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് മുതൽ UDFന് നല്ല കാലമാണെന്ന് പറയേണ്ടി വരും. UDFിലെ നേതാക്കൾ തന്നെ പറയുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസിലെ പല നേതാക്കളും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ കണ്ട വീഡിയോകളിലൊക്കെ പറയുന്നത് എന്താണ്, ഏറ്റവും കൂടുതൽ ജനങ്ങളോടുള്ള അതേ കടപ്പാട് കാണിക്കേണ്ടത് MV നികേഷ് കുമാറിനോടാണ്. ഒരു വിഭാഗം പറയുന്നത് പണ്ട് MV രാഘവനോട് CPM അല്ലെങ്കിൽ ഇടതുമുന്നണി ചെയ്തതിന്റെ അച്ഛനോട് ചെയ്തതിന് മകൻ പകരം ചോദിച്ചതാണ് അല്ലെങ്കിൽ പക പോക്കിയതാണെന്നുള്ള ഇത്രയും സീനിയർ ആയിട്ടുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ മാധ്യമ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആളാണ് നികേഷ് കുമാർ എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നതാകട്ടെ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തെന്നല്ല, അദ്ദേഹം കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന രീതി, മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ 100% വിജയമായിരുന്ന നികേഷാണ് ഒരു റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങുകയും അവിടെ കയറിയിരുന്ന അന്ധമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞ് അതിനെ നികേഷ് തന്നെയാണ് നികേഷിന്റെ ഇമേജിനെ ഇല്ലാതാക്കി. ഇപ്പൊ നികേഷിന്റെ കമന്റ് ബോക്സ് അല്ലെ ഫേസ്ബുക്കിലൊക്കെ എടുക്കുന്ന കമന്റുകൾ മുഴുവൻ നെഗറ്റീവ് കമന്റ് ആണ്, പോസിറ്റീവ് കമന്റുകൾ വളരെ കുറവാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹം നിരന്തരമായി വീഡിയോ ചെയ്യുന്നുണ്ട്, സർക്കാരിനെതിരെ വിമർശിക്കുന്നുണ്ട്. വിമർശിക്കുന്നതിൽ തെറ്റില്ല. അദ്ദേഹം പറയുന്നത് നുണേശനാണ്, എല്ലാ കാര്യങ്ങളും നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഒരു കാര്യത്തിലും സത്യം എന്താണ് എന്ന് പറയുന്നില്ല, എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളത്തരവും തെറ്റുമായിട്ടുള്ള കാര്യങ്ങളാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നികേഷ് കുമാർ പറയുന്നത്. ഇതിന്റെ കാര്യം ശ്രദ്ധിക്കണം, നികേഷ് കുമാർ നല്ലൊരു മാധ്യമപ്രവർത്തകനാണ്, കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമപ്രവർത്തകരിൽ ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ PR പ്രവർത്തനവുമായി രാഷ്ട്രീയവുമായി പോകുമ്പോൾ അടപടലം പൊട്ടുന്നത് അല്ലെങ്കിൽ വൻ പരാജയമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം മത്സരിച്ച സമയത്ത് കിണറിൽ ഇറങ്ങിയുള്ള ഒരു രക്ഷാപ്രവർത്തനം അങ്ങനെ എന്തോ സംഭവം കിണറേഷൻ, അതിനുശേഷമാണ് കിണറേഷൻ എന്നുള്ള പേര് തന്നെ വന്നത്. സഭയിൽ കിണറോലു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇതിന് വന്നതിന് ശേഷമാണ് കേട്ടോ. കാരണം ഈ മറ്റടുത്ത് UDFന്റെ തെരഞ്ഞെടുപ്പ് PR ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഇതാണ് LDFന്റെ ചെയ്യുന്നത് കിണർകോലുകാണെന്ന് പറഞ്ഞത്. അത് അങ്ങനെയും അങ്ങനെ പരിഹസിക്കുന്നുണ്ടായിരുന്നു അവിടെ നിയമസഭയിൽ തന്നെ പറയുകയും ചെയ്തു. ഇപ്പൊ ആരോ ഒരു മന്ത്രിയാണോ MLA പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്ത് തന്നെയാലും വൻ പരാജയമാണെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിഞ്ഞിട്ടിരിക്കുകയാണ്. അത് അവര് തന്നെ സമ്മതിക്കുന്നുണ്ട്, CPM തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇയാൾക്ക് ഇത് കൊടുക്കണ്ടായിരുന്നു എന്നുള്ളൊരു നിലപാടാണുള്ളത്. ഇനിയിപ്പോ എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണം. കാരണം എന്തായാലും വേറെ പരിപാടിയില്ല. കാരണം ഉണ്ടായിരുന്ന ചാനലും വേറൊരാൾക്ക് കൊടുത്തു, പൈസയും മേടിച്ചു പോയി. അത് കൊടുത്തതും അബദ്ധമായിട്ടുണ്ട്, അത് വേറെ കാര്യം. റിപ്പോർട്ടർ ചാനലിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം വരാനില്ല. കാരണം കൊടുത്തതാണെങ്കിൽ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളിൽ ഒരാളായ ആന്റോ അഗസ്റ്റിന് കൊടുത്തു. അതിന്റെ പേരിൽ ഇപ്പം നടക്കുന്ന വിവാദങ്ങൾ വേറെ. ഇതൊക്കെ സംബന്ധിച്ച് എന്ത് ചെയ്താലും അബദ്ധമായി മാറുന്ന ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു. നികേഷിന്റെ സമയം തീരെ ശരിയല്ല. എന്നാൽ നികേഷ് കാരണമാണ് കോൺഗ്രസ് സത്യത്തിൽ കടപ്പെട്ടിരിക്കേണ്ടത് നികേഷിന്റെ അടുത്താണ്. കാര്യം വലിയൊരു പങ്ക് കോൺഗ്രസിന്റെയും UDFന്റെയും വിജയത്തിന് പിന്നിൽ വലിയൊരു പങ്ക് നികേഷ് തന്നെയാണ് വഹിച്ചത്. അതിനകത്ത് യാതൊരു തർക്കവും ആർക്കുമില്ല. എന്നാൽ ഇനിയെങ്കിലും പറയാം, പ്രതിഷേധിക്കാം, കാര്യങ്ങൾ പറയാം. പക്ഷെ ഇത്തരം അല്ലെങ്കിൽ നുണേശനാണ്, സതീശനല്ല നുണേശനാണ്, മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ നുണകളാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നികേഷ് തന്നെ ഒരു ഫേസ്ബുക്കിൽ മെറ്റ
വാർത്ത റിമൂവ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യമില്ലായ്മ, സോഷ്യൽ മീഡിയയിൽ പോലും സ്വാതന്ത്ര്യമില്ല, സ്വാതന്ത്ര്യത്തെ ഖനിക്കുന്ന രീതിയിലാണ് പുതിയ സർക്കാർ എന്ന് പറയുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് കഴിഞ്ഞ 10 വർഷം ഏതൊക്കെ സതീശനെതിരെ ഇടുന്ന പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്യപ്പെടുന്നു അത് പറയുന്നുണ്ട്. അതിന് മുൻപേ തന്നെ പറയുന്നത് വി ഡി സതീശനെതിരെ ഇടുന്ന പോസ്റ്റുകളാണ് നീക്കം ചെയ്യുന്നത്. ഒരു സ്വാതന്ത്ര്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ പോലും ഒരു സ്വാതന്ത്ര്യം നൽകുന്നില്ല. അത് അവിടെ പോലും പല രീതിയിലുള്ള സെൻസറിങ് മുഖ്യമന്ത്രി ഏർപ്പെടുത്തുന്നു എന്നുള്ള രീതിക്ക് വലിയ വിമർശിച്ചുകൊണ്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആദ്യം ചിന്തിക്കണം, കഴിഞ്ഞ 10 വർഷം എവിടെയൊക്കെ എന്തൊക്കെ കാര്യത്തിലാണ് സെൻസറിങ് ഉണ്ടായിരുന്നത്, അഭിപ്രായങ്ങൾ പറയാൻ ആരൊക്കെ ധൈര്യം കാണിച്ചിട്ടുണ്ട്, പറഞ്ഞവരുടെ അവസ്ഥ എന്താണ് എന്ന് നികേഷ് കുമാർ മറന്നതായി നടിച്ചതാണ് എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഇതിനകത്ത് ഈ കഴിഞ്ഞ 10 വർഷം എന്തൊക്കെ ചെയ്തെന്നുള്ള ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇപ്പം പിന്നെ LDF-ന് 34 സീറ്റായിട്ട് മാറിയത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് UDF സർക്കാരിന് ഈ 3 മാസം ആകുമ്പോഴേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ 3 മാസം കൊണ്ട് ഇത്രത്തോളം ഭയക്കുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് കാരണം എന്താ വെച്ചാൽ ഇപ്പോഴേ ഇങ്ങനെ ഇവര് വെപ്രാളപ്പെട്ട് സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു നല്ല ആരോപണമോ നല്ല വ്യക്തിപരമായ കാരണമോ ഉണ്ടാകുമ്പോൾ ആക്രമിക്കുന്നതിന് പകരം ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ഈ മെറ്റ നീക്കം ചെയ്തത് ആരുടെ കാരണം കൊണ്ടാണുള്ളത്, ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരു കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് നീക്കം ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ഇവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അതവിടെക്കട്ടെ, ഈ കാര്യം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ മെറ്റ നീക്കം ചെയ്ത് സോഷ്യൽ മീഡിയയുടെ കാര്യം ഇത്രയും ചെറിയ ചെറിയ സാധനങ്ങളുമായിട്ട് വരുന്നത് എല്ലാം പൊട്ടുകല്ലേ, മനസ്സിലായോ? ജനങ്ങൾ എന്താണ് വിചാരിക്കുക അത് പറയാം. അല്ല, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഞാൻ മെറ്റയ്ക്കോട് ഒന്നും റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്ന്. കഴിഞ്ഞ ദിവസം മെറ്റ തന്നെ പറയുന്നു ആരും നിർദ്ദേശിച്ചതിന്റെ ഭാഗമായിട്ടല്ല റിമൂവ് ചെയ്തത്. അപ്പോൾ ആ വാദം പൊളിയുന്നു. നിരന്തരമായി ഇങ്ങനെ വാദങ്ങൾ, ഇങ്ങനെ തെറ്റായ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് വലിയൊരു രീതിയിൽ കൊണ്ടുവരികയും അതൊന്നുമല്ലാതായി പോകുമ്പോൾ ഇവരുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത്. സത്യത്തിൽ നുണേശൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നുണ നിരന്തരം പറയുന്നത് ആരാണ് എന്ന് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കണം. പിന്നെ പറയുന്ന ഒരു പ്രസംഗത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളെ കാണാതെ പോയതുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ അകത്ത് സർക്കാരിന് ചെറിയ തോതിലെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. സർക്കാർ എടുത്ത നിലപാട് പൂർണ്ണമായി ശരിയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. എന്നാൽ കടന്നാക്രമിക്കുകയാണ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം കള്ളമാണ്, ചെയ്യുന്നതെല്ലാം തെറ്റാണ്. കഴിഞ്ഞ 10 വർഷമായി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സർക്കാർ എന്താണ് ചെയ്തത്? ഈ സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് പറയുമ്പോൾ 10 വർഷമായി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്ന ആ സിസ്റ്റത്തെ, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ഓഖിയൊക്കെ വന്നു, പ്രളയം വന്നു, എന്നിട്ട് അന്ന് കാണാതെ പോയ പല ആളുകളെ ഇന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സർക്കാരിനെ കടന്ന് വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ കടന്നാക്രമിക്കുമ്പോൾ പണ്ട് ഞങ്ങൾ ഇത്ര പേരെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ പോലും നികേഷ് കുമാർ അല്ലെങ്കിൽ LDF സർക്കാർ ഇത്ര പേരെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ പോലും കാണാതെ പോയ ആളുകൾ ഇന്നും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഒന്നും അറിയാത്ത ആളല്ല നികേഷ് കുമാർ. വെറുതെ വന്ന് നിന്ന് ഒരു ചായക്കടയിൽ നിന്ന് സംസാരിക്കുന്ന 2 പേരുടെ ബുദ്ധിയോ അല്ലെങ്കിൽ 2 പേർക്ക് കാര്യങ്ങൾ അറിയുന്ന പോലെ അല്ല നികേഷ് കുമാറിനെ. മാധ്യമ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. ഇപ്പോഴാണല്ലോ PR-മായി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അത് 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അല്ലെങ്കിൽ 1ാം LDF സർക്കാരിന്റെ കാലത്ത് ഇദ്ദേഹം മാധ്യമ പ്രവർത്തകൻ തന്നെയായിരുന്നു. അപ്പൊ അന്ന് ഇദ്ദേഹത്തിന്റെ കയ്യിലൊക്കെ വ്യക്തമായ ഡേറ്റകളുണ്ട്. സംസാരിക്കുമ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് തന്നെ സംസാരിക്കാം. അതൊന്നും ചെയ്യാതെ മുഖ്യമന്ത്രി പറയുന്നതും സർക്കാർ പറയുന്നതും നുണപ്രചരണമാണ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ നികേഷ് കുമാറിനെ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളത് നികേഷ് കുമാർ മനസ്സിലാക്കണം. CPM-ന് വേണ്ടി ഇനി നിരന്തരം സംസാരിക്കേണ്ടെന്നല്ല, സർക്കാർ തെറ്റ് ചെയ്താൽ നികേഷ് കുമാറിന് അത് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഒരു കാര്യം ചോട്ടെ, ഈ നികേഷ് കുമാർ ഉള്ളിൽ നിന്നായിരുന്നു ഇത്രയും കാലം CPM-ന് വേണ്ടി പ്രവർത്തിച്ചത്. അതായത് അണിയറയിൽ നിന്ന് പ്രവർത്തിച്ചു. അതെല്ലാം കൂടി കൊളായി. അപ്പൊ ഏകദേശം CPM-ന്റെ ഇവിടെ 99-ൽ നിന്ന് 34-ആയി. ഇനിയിപ്പം മുന്നിൽ നിന്ന് നേരെ ഇന്ന് വന്ന് പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുകയാണ്. 34 പൂജ്യമാക്കി കൊടുക്കാവുന്നതായിരുന്നു. അതാണോ അതിന്റെ ലക്ഷ്യം? അല്ല, എല്ലാവരും പറയുന്നത് എന്താണ്? നികേഷ് കുമാർ പക പോക്കുന്നതാണ് എന്നാണ് എല്ലാവരും. അച്ഛനോട് ചെയ്തതിനെ നികേഷ് കുമാർ തിരിച്ച് പക പോക്കുന്ന, അല്ലെങ്കിൽ അതിന് പല പ്രാവശ്യം വീഡിയോ പറഞ്ഞു നികേഷ് കുമാർ പക പോക്കുന്നതാണ്. അതിപ്പോഴും മനസ്സിലാകാത്തത് എനിക്കൊന്ന് CPM-നും LDF-നും മാത്രമാണ്. അവരിപ്പോഴും വിചാരിക്കുന്നത് നികേഷ് കുമാർ അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു. അല്ല, MV ഗോവിന്ദനും പിണറായി വിജയനും മനസ്സിലായിട്ടല്ലേ കാര്യമുള്ളൂ.